ആരതിയുടെയും റോബിന്റെയും വിവാഹശേഷം നിരവധി പേർ ഇവരുടെ വസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ എല്ലാവർക്കും, അതായത് ഭൂരിഭാഗം പേർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഇവരുടെ വസ്ത്രങ്ങൾ. ഇവർ 11 ദിവസം ചടങ്ങ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിലെല്ലാ വസ്ത്രങ്ങളും ഡിസൈൻ ചെയ്തത് ആരതി പൊടിയാണ്. ആരതിക്ക് സ്വന്തമായി അങ്ങനെ ഒരു കഴിവുണ്ട്. ഈ വസ്ത്രങ്ങളൊക്കെ അല്ലെങ്കിൽ മെറ്റീരിയലുകളൊക്കെ തന്നെ പുറത്തുനിന്ന് എടുത്തതാണെങ്കിലും അതിന്റെ ബ്ലൗസുകളും അതിന്റെ സ്റ്റിച്ചിങ്ങും ഒക്കെ എങ്ങനെ പോകണമെന്ന് തീരുമാനിച്ചത് ആരതിയാണ്. എന്നാൽ ഒരു സാരി, വിവാഹത്തിന് രണ്ടാമത് മാറുന്ന സാരിയിൽ മാത്രം റോബിൻ ഒളിപ്പിച്ചൊരു രഹസ്യമുണ്ടായിരുന്നു. റോബിൻ ആരതിയുടെ ബ്ലൗസിന്റെ പുറകിൽ കൃഷ്ണനെയും രാധയുടെയും ഒരു ചെറിയ ചിത്രം തയ്പ്പിച്ചിരുന്നു. തുന്നിയെടുത്ത മനോഹരമായൊരു ഡിസൈൻ തന്നെയായിരുന്നു. ആരതിപ്പൊടി ശരിക്കും ഇത് ആ ദിവസമാണ് അറിഞ്ഞത്. റോബിൻ തന്നെ ഞെട്ടിച്ച ഒരു വിവാഹ സമ്മാനം എന്നാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായം. ബ്ലൗസിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർ തന്നെ പറഞ്ഞത് ഇത് റോബിന്റെ ഐഡിയ ആണോ എന്നാണ്. 11 ദിവസവും ആരതിയുടെ ഐഡിയ തന്നെയാണ് ഉപയോഗിച്ചത്. അത്രമാത്രം കഴിവുള്ളൊരു കുട്ടിയാണ് ആരതി എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഫാഷൻ ഡിസൈനിങ്ങിൽ തന്നെ വലിയ നല്ല അറിവുള്ളൊരു പെൺകുട്ടി. അതിനപ്പുറം തന്നെ റോബിന് ഒരു സമ്മാനം നൽകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വിവാഹ ദിവസം തന്നെ സമ്മാനം കയ്യിലെത്തണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റോബിൻ ആരതി ഓൾറെഡി ഡിസൈൻ ചെയ്തിരുന്ന ബ്ലൗസിന് പിന്നാലെ പുറകിലൊരു ചെറിയ ഡിസൈൻ കൂടി കൊടുക്കാൻ പറഞ്ഞു, ആരതി അറിയാതെ. അങ്ങനെ ആരതിയുടെ കയ്യിൽ ആ ബ്ലൗസ് എത്തിയപ്പോൾ വിവാഹ സമ്മാനമായി അണിഞ്ഞപ്പോൾ തന്നെ ആ രാധയും കൃഷ്ണനെയും കണ്ടു. അപ്പോൾ തന്നെ ആരതിക്ക് ഒരു ഞെട്ടലായിരുന്നു, ഇത് ആര് പറഞ്ഞിട്ടാണ് എന്ന്. മോശമാകുമോ എന്ന് റോബിന് നല്ല ഭയമുണ്ടായിരുന്നു. എന്നിട്ടും ആരതിക്ക് അതിഷ്ടമായി. അതോടെ ആ ഡിസൈനും ഏറ്റെടുക്കാൻ തുടങ്ങി. സെക്കൻഡ് ലുക്കിനെ കുറിച്ചുള്ള ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴാണ് പ്രേക്ഷകർക്ക് ഈ സത്യം മനസ്സിലായത്. റോബിൻ വളരെ നല്ലൊരു പയ്യനാണ്. ബിഗ് ബോസിലൂടെ എത്തി എല്ലാവരുടെയും മനസ്സ് കീഴ്പ്പെടുത്തിയ പയ്യനാണ്. അതുപോലെ തന്നെ ബിഗ് ബോസിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കിയ ഒരു ചെറുപ്പക്കാരൻ എന്ന് തന്നെ പറയാം. അത്യാവശ്യത്തിന് അദ്ദേഹത്തിന്റെ അടുത്ത് നിരവധി പേർ എത്താറുണ്ട്. അദ്ദേഹം ഇതിനു മുൻപ് സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രശസ്തനായത്. ബിഗ് ബോസിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെ അക്ഷമനായി കാത്തിരിക്കുകയായിരുന്നു. അവസാനമാണ് ബിഗ് ബോസിലേക്ക് വിളിച്ചത്. ബിഗ് ബോസ് എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഡോക്ടർ റോബിന്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ കാരണം അദ്ദേഹത്തിനെ ഷോയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പിൻബലത്തിൽ തന്നെ മറ്റൊരു കണ്ടസ്റ്റന്റായ ദിൽഷ അവിടെ ജയിക്കുകയായിരുന്നു. എന്നാൽ ബിഗ് ബോസിലെ ആരും എന്താണ് വിവാഹത്തിന് എത്താത്തതെന്ന് നിരവധി പേർ ചോദിച്ചിരുന്നു. ഞാൻ ബിഗ് ബോസിൽ എല്ലാവരെയും ക്ഷണിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റോബിൻ. ആരെയൊക്കെ ക്ഷണിച്ചാലും ലക്ഷ്മിയെങ്കിലും ക്ഷണിക്കാതിരിക്കില്ലല്ലോ. എന്നാൽ വിവാഹത്തിന് ലക്ഷ്മിയെ പോലും ആരും കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസിൽ നിന്ന് ലാലേട്ടനെ ക്ഷണിക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ മറ്റാരെങ്കിലും ക്ഷണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് നേരത്തെ തന്നെ റോബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോബിൻ ആ ഷോയിൽ നിന്ന് ഇറങ്ങി പുറത്തു വന്നതായതുകൊണ്ട് തന്നെ അതിന്റെ കണ്ടസ്റ്റന്റുകളുമായി തന്നെ അത്ര അടുപ്പത്തിലല്ല. അതുകൊണ്ട് ക്ഷണിക്കുന്നവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്ന് റോബിൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ചടങ്ങാണ് ഇവരുടെ വിവാഹം എന്ന് നേരത്തെ റോബിനും ആരതിയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വെച്ച് ഞായറാഴ്ചയായിരിക്കും താലികെട്ടെന്നും റോബിൻ പറഞ്ഞിരുന്നു. എന്നാൽ വീഡിയോ കവറേജ് ഇല്ല എന്നും നിങ്ങൾക്ക് നല്ല മാന്യത തന്നു തന്നെയാണ് ഞങ്ങളിത് ചെയ്യുന്നതെന്ന് പറയുന്നു. വീഡിയോ കവറേജ് നേരത്തെ ഒരാളുകൾക്ക് നമ്മൾ കൊടുക്കുമല്ലോ. അവർക്ക് സ്വന്തമായി യൂട്യൂബ് ചാനലുണ്ട്. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവർ കോപ്പിറൈറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അങ്ങനെ അബദ്ധവശാൽ നിങ്ങൾ വല്ല വീഡിയോയും കൊടുത്ത് അവർ കോപ്പിറൈറ്റ് ചെയ്യരുതല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് എന്നാണ് റോബിനും ആരതിയും പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവർ മാന്യമായി തന്നെയാണ് ഇവരുടെ വിവാഹം മാധ്യമങ്ങളെയും കൂടി ഉൾപ്പെടുത്തി നടത്തിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.